മാളു കരയില്ലേ? മോള് പേടിക്കണ്ട, ഞാൻ ദാ ഇവിടെയുണ്ട്. മോളുടെ അമ്മ ഇവിടെയുണ്ട്. കരയില്ലേ മോളെ? അച്ഛനും ഗംഗയും ഇപ്പൊ വരും. അയ്യോ, അന്ന് ഞാൻ ചെയ്ത ശബ്ദത്തിന്റെ പേരില് എനിക്കെന്റെ മാളിനെ തൊടാൻ പറ്റില്ലല്ലോ. നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അപ്പോ നീ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഞാൻ ഇനി എന്തർത്ഥത്തിൽ എവിടെ താമസിക്കണ്ടേ? ഞാൻ പോവാ, എങ്ങോട്ടെങ്കിലും പോവാ. നീ പൊയ്ക്കോ. പക്ഷെ ഈ ഒരു കാരണത്താൽ നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ പിന്നീട് നമ്മൾ തമ്മിൽ ഇനി കാണില്ല. എന്റെയും മോളുടെയും കാര്യത്തില് ഇനി നീ ഇടപെടാനും പാടില്ല. ആർക്കും ഒരു ശല്യമാവാൻ ഞാൻ വരില്ല. നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരികയില്ല. നിങ്ങളുടെ അനുവാദം ഇല്ലാതെ മോളുടെ കാര്യത്തിൽ ഇടപെടുകയില്ല. നിനക്കതിന് കഴിയോ? എങ്കിൽ സത്യം ചെയ്യും. ചെയ്യ്. സത്യം ചെയ്യ്. സത്യം. ഇനി എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് മാളുവിനെ ഇവിടുന്ന് മാറ്റണം. ആരെങ്കിലും സഹായിക്കാനില്ലാതെ എനിക്കത് ചെയ്യാൻ സാധിക്കില്ല. നോക്കാം. മാളു ഇവിടെ എവിടെ ഉണ്ട് മഹേട്ടാ? മാളു, 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 മഹേട്ടാ, ഗംഗേ, ഇവിടേക്ക് വരൂ. മാളു ഇവിടെയാ. മാളു ഇവിടെയാ കിടക്കുന്നേ. മഹേട്ടാ, ഗംഗേ. മാളു ഇവിടെ ഇല്ലെന്നാ തോന്നുന്നേ. വേഗം നമുക്ക് ഇവിടുന്ന് പോയി മാളുവിനെ അന്വേഷിക്കാം. മാളു ഇവിടെ തന്നെ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു മഹേട്ടാ. എങ്ങനെ നമ്മൾ എല്ലായിടത്തും നോക്കിയല്ലോ. വാഗെങ്ങെ താമസിക്കും തോറും അപകട സാധ്യത കൂടുതലാ. എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കുകയും ചെയ്യണം. മാളു, മാളു, എന്റെ മാളു, കുറച്ചു സമയം കൊണ്ട് നീ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചല്ലോ. അതിന് ശ്രേയ എന്തിനാ പേടിക്കുന്നേ? പിന്നെ ശ്രേയ മോളുടെ അമ്മയാവാൻ പോവല്ലേ, അപ്പൊ പിന്നെ പേടിക്കില്ലേ? മോളെ കാണാതായത് മുതൽ പച്ചവെള്ളം പോലും ശ്രേയ കുടിച്ചിട്ടില്ല. എവിടുന്നാ മഹി കുഞ്ഞിനെ കിട്ടിയത്? ആരാ ഇതിന്റെയൊക്കെ പിന്നില്? ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല അമ്മേ. എനിക്കെന്റെ മോളെ കിട്ടാൻ കാരണം ഗംഗയാ. ഗംഗ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് മാളുവിനെ രക്ഷിക്കാൻ സാധിച്ചത്. ഞാൻ കാരണമല്ല മഹേട്ടാ, ശ്രീ മഹേശ്വരനാ മാളുവിനെ രക്ഷിച്ചത്. അല്ല ഗംഗ, നിന്റെ ശ്രീ മഹേശ്വരൻ നിന്നിലൂടെയാ അവളെ രക്ഷിച്ചത്. അതെ, എന്റെ അച്ഛന്റെയും ജീവിതത്തില് എല്ലാം നല്ലത് വരുത്തുന്നത് ഗംഗ കാരണമാ. പറ മഹി, എന്താ ഉണ്ടായത്? അതമ്മേ,
പോയ നിമിഷം മുതല് ഞങ്ങൾ എല്ലാരും നെഞ്ചൊരുക്കി പ്രാർത്ഥിക്കുമായിരുന്നു. അതെ അതെ, ഏതായാലും ഞങ്ങളുടെ പ്രാർത്ഥന വെറുതെ ആയില്ലല്ലോ. മാളൂന് ഒരു പോറല് പോലും സംഭവിക്കാതെ തിരിച്ചു വന്നല്ലോ. ഇനി എന്തായാലും മാളൂനെ നമ്മൾ ആരും കൂടെ ഇല്ലാതെ എങ്ങോട്ടും അയക്കണ്ട. എത്രയൊക്കെ പറഞ്ഞാലും വീട്ടുകാരെ പോലും ഉത്തരവാദിത്വം മറ്റാർക്കും ഉണ്ടാവില്ല. സംഭവിക്കാനുള്ളത് എവിടെയായാലും സംഭവിക്കും. അതിനാരും പഴിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങൾ അകത്തേക്ക് വാ. മാളൂന് നല്ല ക്ഷീണം കാണും. ഞാൻ മാളൂന് പാലെടുക്കാം. അത് കുടിക്കുമ്പോ ക്ഷീണമൊക്കെ മാറും. എങ്കിൽ പിന്നെ വേഗം ചെല്ലുമോളെ. അല്ലെങ്കിൽ വേണ്ട, ഞാനും കൂടി വരാം. വാ വാ. വേണ്ട ഗംഗേ. അങ്ങനെ പറയല്ലേ മോളെ, കുടിക്ക്. എങ്കിലല്ലേ മിടിക്കാവൂ. മോള് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് മഹേട്ടാ. ഇവളങ്ങനെ ഇവിടെത്തി? അവിടുന്ന് രക്ഷപ്പെട്ടോ? മാളു, മോളെ ആരാ തട്ടിക്കൊണ്ടുപോയത്? മോൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ലച്ചാ, അയാള് മുഖംമൂടി വെച്ചിരുന്നു. അതുകൊണ്ട് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. ഭാഗ്യം, കുട്ടിപ്പിശാചിന് എന്നെ മനസ്സിലായിട്ടില്ല. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ആളു നന്നായിട്ടൊന്ന് ഓർത്തു നോക്കിയേ. അവിടെ ആരെങ്കിലും മോള് കണ്ടോ? ഇല്ലച്ചാ, അവരെ ആരെയും എനിക്കറിയില്ല. അതൊന്നും ഇനി മാള് ഓർക്കണ്ട. മോൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ, അത് മതി. ശ്രീ മഹേശ്വരൻ കാത്തതുകൊണ്ടാ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി എന്റെ മോളെ ആരും ഒന്നും ചെയ്യാതെ ഈ അച്ഛൻ നോക്കിക്കോളാം. എവിടേക്ക് പോകുന്ന കാര്യമായി പറയുന്നേ? അച്ഛനും ഗംഗയും കൂടി എനിക്ക് ട്രീറ്റ് തരാൻ പുറത്തു കൊണ്ടുപോവാ. പുറത്തോ? അതെ മുത്തശ്ശി, മഹേട്ടനും മാളും പുറത്തു പോകാൻ നിർബന്ധിച്ച് വിളിക്ക. അതൊന്നും വേണ്ട. നീ ഈ രാത്രി ഇനി എവിടെയും പോകണ്ട. അതിനെന്താ, ഗംഗ തനിച്ചല്ലോ, ഞാനും അച്ഛനും ഇല്ലേ. അതുകൊണ്ടാ വേണ്ടാന്ന് പറഞ്ഞത്. എന്താ ഗംഗ ഇത്? മാളു കുട്ടിയാ, അവൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ടാ അവൾ ഓരോന്നിനും വാശി പിടിക്കുന്നത്. അതിനൊപ്പം തുള്ളുകയാണോ നീ ചെയ്യേണ്ടത്? മുത്തശ്ശി, ഞാൻ ഒന്നും പറയണ്ട. നീ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയാ. നിശ്ചയം കഴിഞ്ഞാൽ പാതി കല്യാണം കഴിഞ്ഞതിന് തുല്യ. അപ്പൊ നിന്റെ കാര്യങ്ങളിൽ നകുലിന് ഉത്തരവാദിത്വം ഉണ്ട്. ആ നഗർ എന്തിനാ ഗംഗയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? എല്ലാ കാര്യങ്ങളിലും അനുവാദം ചോദിക്കാൻ വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ മുത്തശ്ശി. ഞാൻ പറഞ്ഞില്ലേ, നിശ്ചയം കഴിഞ്ഞ സ്ഥിതിക്ക് നകുലിന് നിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാം. പിന്നെ എത്രയൊക്കെ പുരോഗമന ചിന്താഗതി ഉള്ളവരായാലും വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് മറ്റൊരാളുടെ കൂടെ അസമയത്ത് പോകുന്നത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നീ ഇവർക്കൊപ്പം പോകണ്ട. ഇനി അഥവാ പോകണമെങ്കിൽ തന്നെ അത് പകൽ സമയത്ത് നകുലിന്റെ അനുവാദത്തോടുകൂടി പോകാം. ഈ മുത്തശ്ശിക്ക് എന്താ? നകുലല്ല, എന്റെ അച്ഛനും ഗംഗയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇങ്ങനെയൊന്നും പറയരുത് മാളു. മോളുടെ അച്ഛൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ശ്രേയയാ, ഗംഗയല്ല. അല്ല, മുത്തശ്ശിക്ക് അറിയാഞ്ഞിട്ടാ. ഗംഗയെ മാത്രമേ എന്റെ അച്ഛൻ കല്യാണം കഴിക്കൂ. മാളു, വേണ്ട.
ഗംഗ എന്നെ തടയുന്നേ? അതല്ലേ സത്യം? ഗംഗെ, നീ മാളുവിന്റെ കുട്ടിക്കളിക്ക് കൂട്ടു നിൽക്കാതെ വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും പറയിക്കാൻ ഇടയുണ്ടാക്കണ്ട. നീ എങ്ങോട്ടും പോവണ്ട. മുത്തശ്ശി, ഞാൻ ഗംഗ എന്റെ കൂടെ വരില്ലേ? ഗംഗ വന്നില്ലെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും മിണ്ടില്ല, ഭക്ഷണവും കഴിക്കില്ല. മോളെ ഇങ്ങനൊന്നും പറയല്ലേ. ഇല്ല, സത്യം ഞാൻ പറഞ്ഞത്. എനിക്ക് ഗംഗയുടെ അച്ഛനെയും കൂടെ പോണം. ഗംഗ വന്നേ പറ്റൂ. വെറുതെ വാശി പിടിക്കണ്ട മാളു, അതൊന്നും നടക്കില്ല. ഗംഗ പ്ലീസ്, ഗംഗ വാ, ഗംഗ പ്ലീസ്. മുത്തശ്ശി, അയ്യോ, മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം. എന്താ ഇത്? എന്താ മോനെ ഇത്? എന്റെ അനുഗ്രഹം മോന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. പിന്നെന്തിനാ എപ്പ കണ്ടാലും കാല് തൊട്ട് തൊഴുന്നത്? അതൊക്കെയുണ്ട്. ഞാൻ വലിയൊരു സന്തോഷ വാർത്ത പറയാനാ ഇപ്പൊ വന്നത്. എന്താ നോക്കൽ? എന്തിനാ ഈ സർപ്രൈസ്? കാര്യം പറ. പറയാം. മുത്തശ്ശി, എനിക്ക് കൊൽക്കത്തയിൽ വലിയൊരു പ്രോജക്റ്റ് ശരിയായിട്ടുണ്ട്. ആഹാ, ആഹാ, വളരെ നല്ല കാര്യമാണല്ലോ മോൻ പറഞ്ഞത്. അതെ, ഏതായാലും കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ആന്റി. പക്ഷേ ഈ സന്തോഷത്തിന് പൂർണ്ണത കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാവരും വിചാരിക്കണം. എന്താ മോനെ? അത് പിന്നെ മുത്തശ്ശി, എനിക്ക് കൊൽക്കത്തയ്ക്ക് അടുത്ത മാസം ആദ്യം തന്നെ പോണം. അതിനു മുമ്പായിട്ട് എന്റെ ഗംഗയുടെയും വിവാഹം നടത്തണമെന്ന എന്റെ ആഗ്രഹം. വിവാഹക്കാരെയൊക്കെ തീരുമാനിക്കേണ്ടത് മുത്തശ്ശി ആന്റി അല്ലേ? അതെ, അതുകൊണ്ടല്ലേ ഞാൻ എല്ലാവരോടും അനുവാദം ചോദിച്ചത്. എനിക്ക് വിവാഹം എത്രയും പെട്ടെന്ന് നടത്തുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ വിവാഹക്കാര്യം ജാനകിയമ്മയുടെ മാത്രം തീരുമാനമാണ്. കാരണം ഗംഗയ്ക്ക് മേൽ ജാനകിയമ്മയ്ക്ക് മാത്രമേ മറ്റാരെക്കാളും അധികാരവും അവകാശവും ഉള്ളൂ. എത്രയും പെട്ടെന്ന് വിവാഹം നടത്തുന്നത് തന്നെയാ നല്ലത്. വൈകും തോറും അത് ദോഷമായി മാറും. മുത്തശ്ശി എന്താന്നും മിണ്ടാതെ നിൽക്കുന്നേ? വിവാഹം ഉടനെ നടത്തുന്നതില് മുത്തശ്ശിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഒരു എതിർപ്പും ഇല്ല. എത്രയും പെട്ടെന്ന് ഗംഗയെ നിന്നെ ഏൽപ്പിക്കണമെന്ന് തന്നെയാ എന്റെയും ആഗ്രഹം. എങ്കിൽ പിന്നെ നകുലൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവരുടെ വിവാഹം അങ്ങ് നടത്താം, അല്ലേ ജാനകിയമ്മേ? അതിനെന്താ ഇനി ഒരു ആലോചന? എന്തായാലും ഗംഗ നകുലിനുള്ളതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെന്താ, അല്ലേ മുത്തശ്ശി? അതെ അതെ. മുത്തശ്ശിയുടെ വാക്ക് വിശ്വാസമില്ലഞ്ഞിട്ടല്ല. ഇനി ഞാൻ കൊൽക്കത്തയ്ക്ക് പോയാ തിരിച്ചു വരാൻ കുറച്ചു സമയമെടുക്കും. ആ ഒരു കാലയളവ് വരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. എത്രയും പെട്ടെന്ന് വിവാഹം നടത്തിയ അത്രയും നല്ലതെന്നാ ഞാൻ കരുതുന്നത്. അതിൽ നിനക്ക് ഒരു സംശയവും വേണ്ട മോനെ. നീ പോകുന്നതിന് മുൻപ് ഗംഗയും നീയും തമ്മിലുള്ള വിവാഹം മുത്തശ്ശി നടത്തിയിരിക്കും. സത്യം. എന്താ പോരെ? അതെ ആന്റി, സത്യം പറയാലോ, മഹേട്ടിന്റെ ഈ മാറ്റം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വാക്ക് തന്ന് വിവാഹം ഉറപ്പിച്ചിട്ട് മറ്റൊരുത്തി ഇഷ്ടമാണെന്ന് പറഞ്ഞു പോകുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? ഞാനും ഒരു പെണ്ണല്ലേ. ശ്രേയേ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. ആണുങ്ങൾ അങ്ങനെയാ. പക്ഷെ വിവാഹത്തോടെ എല്ലാം മാറും. എങ്ങനെയും വിവാഹം പെട്ടെന്ന് നടത്തിയെടുക്കണം. പിന്നെ മഹിയെ നിനക്ക് നിന്റെ വരുതിയിലാക്കാൻ പറ്റും. അതെ മോളെ, പിന്നെ ആവശ്യമില്ലാത്ത ഈഗോ കാണിച്ച് നീ അനാവശ്യ തീരുമാനമൊന്നും എടുക്കരുത്. മഹി നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത് നിന്നോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല, മാളുവിന് വേണ്ടിയാ. അതൊക്കെ ശരിയാ, അതൊക്കെ എനിക്ക് അറിയുകയും ചെയ്യാം. എന്നാലും ഓർക്കുമ്പോ ഒരു വിഷമം. അങ്ങനെ വിഷമിക്കരുത്, മണ്ടത്തര. മാളുവിന് വേണ്ടിയാ മഹി വിവാഹത്തിന് തയ്യാറാവുന്നത്. അത് നിനക്കും അറിയാലോ.
മാളുവിന് ഗംഗയെ മതി മതിയെന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോ അവന്റെ മനസ്സിലും അതാണ് ശരിയെന്ന് തോന്നിപ്പോയി കാണും. അതേ മോളെ, അത്രേ ഉള്ളൂ. അതിന് നീ ആ വില മാത്രം കൊടുത്താ മതി. നാത്തും പറഞ്ഞതാ ശരി. നമ്മൾ അല്പം അലിഞ്ഞ അവനെ ആ വേലക്കാരി പെണ്ണിനെ ഈ കൈലാസത്തിന്റെ റാണിയാക്കും. പിന്നെ നാത്തൂനുൾപ്പെടെ നമ്മുടെയൊക്കെ അവസ്ഥ വളരെ മോശമാവും. അത് നീ മറക്കണ്ട. നിങ്ങളാരും പേടിക്കണ്ട. അങ്ങനെ ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല. പിന്നെ മുത്തശ്ശി പറ്റില്ല എന്ന് കൂടെ പറയുമ്പോ മഹേട്ടിന് മോഹം മനസ്സിൽ നിന്ന് കളഞ്ഞോളൂ. ശരിയാ, ആ തള്ള എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെയല്ല. ഞാൻ കരുതിയത് അവര് കൊച്ചുമോളിലൂടെ ഈ കൈലാസത്തിന്റെ അധികാരം കൈക്കലാക്കാൻ ശ്രമിക്കുമെന്നാ. അങ്ങനെയൊന്നുമില്ല. ജാനകിയമ്മ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാ. കൊടുത്ത വാക്ക് അവരേത് വിധേനയും പാലിക്കും. മാത്രമല്ല, നകുലിനെ അവർക്ക് പ്രാണനാ. ഒരുപക്ഷെ മഹിയേക്കാൾ കൂടുതൽ സ്നേഹം ജാനകിയമ്മയ്ക്ക് നകുലിനോടാ. അത് നന്നായി. അതുകൊണ്ടാവും മഹേട്ടിനോട് വിവാഹത്തിന് എതിർപ്പ് പറഞ്ഞത്. ഇനി അവരുടെ മനസ്സെങ്ങാനും മാറുമോ? ഒരിക്കലും ഇല്ല മുത്തശ്ശി. മുത്തശ്ശിയുടെ വാക്കിനെതിരായി ഞാൻ ഒന്നും ചെയ്യില്ല. മുത്തശ്ശി പറഞ്ഞ ആളിനെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യൂ എന്ന എന്റെ വാക്ക് എന്തൊക്കെ വന്നാലും ഞാൻ അനുസരിക്കും. പക്ഷേ മുത്തശ്ശി എന്നോട് അല്പം കരുണ കാണിക്കണം. അതുവരെ മാത്രം എന്നെ ഇവിടുന്ന് കൊണ്ടുപോകരുത്. അതെനിക്ക് സഹിക്കാനാവില്ല. പക്ഷെ നീ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. എന്ത് പ്രശ്നം? അതൊക്കെ മുത്തശ്ശിയുടെ വെറും തോന്നല് മാത്രം. ഒന്നും ഉണ്ടാവില്ല. നിന്റെ ഈ വാശി ദോഷത്തിനാ മോളെ. ഇല്ല മുത്തശ്ശി, വിവാഹം കഴിയുന്നവരെങ്കിലും എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കണം. ഞാൻ മുത്തശ്ശിയുടെ കാല് പിടിക്കാം. മതിലേഖമിഴിച്ചാരി മറയുന്നതെന്തേ? ഒരു വാക്കു പറയാതെ അകലുന്നതെന്ത്? അനുയാത്ര തുടരാതെ മടങ്ങുന്നതെന്തേ? ദൂരെ ഏതോ വേനൽ കാട്ടിനുള്ളിൽ കാണാം പൂക്കടമ്പാ. എനിക്ക് ഗംഗയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. നൂലിൽ നനയും തിരുനാളം പോലെ വെറുതെ എന്നിനവിൽ ഈ നിഴലോർമ്മകൾ ഒന്നും അറിയാത്തതെന്തേ? ഗംഗയിരുന്ന് സ്വപ്നം കാണുകയാണല്ലോ. മുത്തശ്ശി കല്യാണത്തിന് സമ്മതിച്ചു കാണും. അതാ ഗംഗ ഇങ്ങനെ ഇരുന്ന് സ്വപ്നം കാണുന്നത്. ഗംഗേ, ഒറ്റയ്ക്കിരുന്ന് സ്വപ്നം കാണുവാണോ? എന്നോട് എന്തോ എന്ന് പറയാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഗംഗ എന്താ പറയാന്ന് പറഞ്ഞതെന്ന് എനിക്കറിയാം. കല്യാണത്തിന്റെ കാര്യമല്ലേ? രണ്ടുപേരും കൂടി എന്നെ അറിയിക്കാതെ കല്യാണം കഴിക്കാൻ പോവാണല്ലേ? മുത്തശ്ശി കല്യാണത്തിന് സമ്മതിച്ച കാര്യം എന്നോട് രണ്ടുപേരും പറഞ്ഞില്ല. അച്ഛനെ എല്ലാവർക്കും ഇഷ്ടാവും. അപ്പൊ പിന്നെ മുത്തശ്ശി നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ.
എന്റെ മാളുവിന് വേണ്ടത് ഗംഗയാ. ഗംഗ മഹിയേട്ടന്റെ ഭാര്യയാവണം. പാവം മഹിയേട്ടൻ എത്ര സന്തോഷവാനായിരുന്നു. ഗംഗ ഒരു എസ് പറഞ്ഞാൽ മഹിയേട്ടന്റെയും മാളുവിന്റെയും ജീവിതം മനോഹരാവും. പക്ഷെ ഞാൻ ചോദിക്കുമ്പോഴെല്ലാം ഗൗരി ചേച്ചിയെ കുറിച്ച് സംസാരിക്കാനാവാതെ മഹിയേട്ടൻ ഒഴിഞ്ഞു മാറാറാ പതിവ്. അതുകൊണ്ട് ചോദിക്കാനും എനിക്കൊരു മടിയാ. ഗൗരിയുടെ ഓർമ്മകളെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണെങ്കിലും അവളില്ല എന്നൊരു തിരിച്ചറിവ് തരുന്നത് മനസ്സിലൊരു 1000 മുള്ളു തറയ്ക്കുന്ന വേദനയാണ് ഗംഗ. വേണ്ട മഹിയേട്ടാ, ഞാനൊന്നും ചോദിച്ചില്ലാന്ന് കരുതിയാ മതി. മഹിയേട്ടന്റെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്കൊരിക്കലും ആഗ്രഹമില്ല. ഗംഗെ, അതൊന്നും സാരമില്ല. നീ എത്രയോ പ്രാവശ്യം ഈ കാര്യം എന്നോട് ചോദിച്ചു. ഇനിയും ഞാൻ പറയാതിരിക്കുന്നത് ശരിയല്ല. ഗൗരിയില്ല എന്നുള്ള സത്യം ഞാൻ എന്നേ മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞത്. ആദ്യമൊക്കെ അത് അംഗീകരിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഗൗരിയോടൊപ്പം എത്താനായി ജീവിതം അവസാനിപ്പിച്ചാലെന്ന് വരെ ഞാൻ ചിന്തിച്ചതാ. പക്ഷേ അപ്പോഴെല്ലാം എന്റെ മാളുവിന്റെ മുഖം അതിന് തടസ്സമായിട്ട് നിന്നു. അല്ല മഹിയേട്ടാ, മഹിയേട്ടന്റെ തിരക്ക് എനിക്കറിയാലോ. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനല്ലേ ഞാനിവിടെ ഉള്ളത്. ഗൗരിയുടെ പല ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോഴാവും അമ്മ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളായിട്ട് വരുന്നത്. ആഹാ, നിങ്ങള് എങ്ങോട്ടോ പുറത്തേക്ക് പോകാൻ തുടങ്ങാന്ന് തോന്നുന്നു. അതെ അമ്മേ, ഒരു സിനിമയ്ക്ക് പോണം, പറ്റിയ ഒരു ഷോപ്പിങ്ങും. അല്ല, അമ്മ വരുന്നുണ്ടോ? ഓ ഇല്ല മക്കളെ, നിങ്ങൾ പോയിട്ട് വാ. ഇന്ന് നീ നേരത്തെ വന്നത് കണ്ടപ്പോ ഞാൻ നിന്നെയും കൂട്ടി ഒന്ന് അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ നിങ്ങൾ പോവാനിറങ്ങിയ സ്ഥിതിക്ക് പോയിട്ട് വരൂ. അല്ലാതിപ്പോ എന്ത് ചെയ്യാനാ? പിന്നെ ഇന്ന് പോയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് അമ്പലത്തിൽ പോവാൻ പറ്റില്ല. അതുകൊണ്ടായിരുന്നു. എന്നാ നമുക്ക് അമ്പലത്തിൽ പോവാം. ഓ വേണ്ട മോനെ, സാരമില്ല, നിങ്ങൾ പോയിട്ട് വാ. ഇനി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ പോയിക്കോളാം. ഇന്ന് അമ്പലത്തിൽ പോയിട്ട് നാളെ വേണമെങ്കിൽ സിനിമയ്ക്ക് ഷോപ്പിങ്ങിനൊക്കെ പോവാലോ. ഞാൻ ഏതായാലും റെഡിയായിട്ട് നിൽക്കുക. അമ്മ പോയി റെഡിയായിട്ട് വാ, നമുക്ക് അമ്പലത്തിൽ പോവാം. അല്ലേ ഗൗരി? എനിക്ക് 2 ദിവസത്തേക്ക് അമ്പലത്തിൽ വരാൻ പറ്റില്ല മയ്യേട്ടാ. ഓ നിങ്ങൾ പോയിട്ട് വാ. എന്നാ പിന്നെ ഞാൻ റെഡി ആവട്ടെ മോനെ. ശരി അമ്മേ. പോയിട്ട് വരാം. ഗൗരി, ഗൗരി, എന്താ ഗൗരി? എഴുന്നേറ്റേ. എന്ത് പറ്റി? മഹിയേട്ടന്റെ അമ്മയ്ക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഇതിപ്പോ എത്ര പ്രാവശ്യമായി മഹിയേട്ട, ഞാൻ എന്താഗ്രഹിച്ചാലും അത് നടക്കില്ല.
അമ്മ അത് എങ്ങനെയെങ്കിലുമൊക്കെ മുടക്കും. ഞാൻ എന്ത് തെറ്റാ അമ്മയോട് ചെയ്ത്? ശ്ശെ, ഇതൊക്കെ നിന്റെ തോന്നല ഗൗരി. അമ്മ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. മനസ്സിലുള്ളത് മറച്ചു വെച്ച് അമ്മയ്ക്ക് ശീലവുമില്ല. അമ്മ നമ്മളോടുള്ള കാര്യം മാത്രം ഒന്ന് പറയുന്നു, അതും നിന്റെ മുന്നിൽ വെച്ച് തന്നെയല്ലേ. അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് എന്റെ കടമയല്ലേ. ഇന്ന് തന്നെ അമ്മ അമ്പലത്തിൽ പോണെന്ന് കരുതി. വീണ്ടും നീ എന്റെ വാക്കിന് യാതൊരു വിലയും തരാതെ, ഞാൻ പറഞ്ഞതനുസരിക്കാതെ പലതും ചകഞ്ഞു നടക്കുക. ഒരു വീട്ടില് പല രഹസ്യങ്ങളും ഉണ്ടാവും. അതൊക്കെ ഈ വീടിന്റെ മാത്രം രഹസ്യ. അവിടെ മാത്രം ഒതുങ്ങേണ്ടത്. അതിനെക്കുറിച്ച് തിരക്കി നടക്കാൻ പുറത്തുള്ളവർക്ക് അവകാശമില്ല. നീ പുറത്തുനിന്നുള്ളവളാ. ഈ വീട്ടിലെ ഒരു കാര്യവും നീ അറിയേണ്ട കാര്യമില്ല. മനസ്സിലായോ? മനസ്സിലായി. ഇത് ഞാൻ നിനക്ക് തരുന്ന താക്കീതാ, അവസാന താക്കീത്. ഇനി നീ ചകയാൻ നടന്ന മണ്ണിനടിയിൽ ചീഞ്ഞു നാറുന്നത് നീയായിരിക്കും. അത് നീ മറക്കണ്ട.